അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. നാളെ നടക്കുന്ന 7ാം ക്ലാസ്സിൻ്റെ താരീഖിൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നതാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഔറംഗസീബ്, മുഹമ്മദ് ഔസാരി, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ആരെയാണ്? അമീനു ഹാദിൽ ഉമ്മ ആരാണ്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. 2, വടക്കേ മലബാറിലെ ഖാളി ആരാണ്? മുഹമ്മദുൽ ഔസാരി. 3, മമ്പുറം തങ്ങളുടെ പ്രധാന ശിഷ്യൻ ആരാണ്? ഉമർ ഖാദി റഹിമഹുല്ലാ. 4, ഇസ്ലാമിൽ മൂന്നാമനായി പ്രവേശിച്ച വ്യക്തി ആരാണ്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. 5, അറക്കൽ അലി രാജയുടെ ഉപദേഷ്ടാവ് ആരാണ്? വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. 6, മുസ്ഹഫ് എഴുതി വിറ്റായിരുന്നു ജീവിച്ചിരുന്നത് ആരാണ്? ഔറംഗസീബ്. ഓക്കെ, ഓരോന്നിനും 2 മാർക്ക് വീതമാണ്. രണ്ടാമത്തത് ശരി അടയാളപ്പെടുത്താനാണ്. ഇതിലൊന്ന്, ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചതാരാണ്? ഷാജഹാൻ ചക്രവർത്തിയാണ്. 2, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിക. 3, 17 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി. ഏതാണ്? താജ്മഹലാണ്. 4, ഖാലി മുഹമ്മദ് എന്നിവരുടെ ഖബർ എവിടെയാണ്? കുറ്റിച്ചിറ. 5, ഭരണ തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റി. ആരാണ്? അലി റളിയല്ലാഹു അൻഹു. 6, ഇന്നി ഉഹിബ്ബുഹു ഫഹിബ്ബഹു. ഇത് ആരെ പറ്റി പറഞ്ഞതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞതാണ്. ഓക്കെ, മൂന്നാമത്തെ പൂർത്തിയാക്കാനാണ്. അതിലൊന്ന്, ഒരു ബഹുഭാഷ പണ്ഡിതൻ കൂടിയായിരുന്നു ആരെ? ഷംസുൽ ഉലമ. 2, ഇസ്ലാം അതിവേഗം വളർന്ന നാടാണ് കേരളം. 3, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു സംഭവമായിരുന്നു കർബല യുദ്ധം. 4, ബനൂ തൈം കുടുംബാംഗമായ ത്വൽഹ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെയായിരുന്നു ഇസ്ലാമിൽ എത്തിയത്. നാലാമത്തെ ഉത്തരം എഴുതാമെന്നതാണ്. അതിലൊന്ന്, ത്വൽഹ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. കാരണം കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ. 2, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ സംസ്കാരത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 3, ചേരമാൻ പെരുമാളിന്റെ പുതിയ പേര് എന്താണ്? താജുദ്ദീൻ. 4, കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മമ്പുറം തങ്ങളാണ്. 5, സ്വല്ലൽ ഇലാഹു എന്ന മദ്ഹ് കാവ്യം രചിച്ചതാരാണ്? ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. 6, അംർ ബിൻ ജർമൂസ് കൊലപ്പെടുത്തിയത് ആരെയാണ്? സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. 7, 10 സ്വഹാബികൾ സ്വർഗത്തിലാണ്. അവർ ഏത് പേരിൽ അറിയപ്പെടുന്നു? അശറത്തുൽ മുബശ്ശറ. 8, അറക്ക് രാജകുടുംബത്തിന്റെ സ്ഥാപകൻ ആരാണ്? മുഹമ്മദ് അലി. 5-മത്തെ വ്യക്തമാക്കാനാണ്. അതിലൊന്ന്, മഹ്ദൂം രണ്ടാമന്റെ 3 രചനകൾ ഏതൊക്കെയാണ്? ഫത്വൽ മുഈൻ, തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഇർഷാദുൽ ഇബാദ്. 2-മത്തത്, ഇസ്ലാം കേരളത്തിന് നൽകിയ 3 സാമൂഹ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി, എല്ലാതരം ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ്. 3, മുഗൾ ഭരണകൂടം രാജ്യത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സ്വന്തമായ നാണയം, തപാൽ വകുപ്പ്, റോഡുകൾ, പാലങ്ങൾ, ആതുരാലയങ്ങൾ അഥവാ ആശുപത്രികൾ. 4, പ്രമുഖ അമവി ഭരണാധികാരികൾ ആരൊക്കെയാണ്? മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ മലിക് ബിൻ മർവാൻ. 5, പുത്തനാശയക്കാരുടെ വാദം എന്തായിരുന്നു? മദ്ഹബുകൾ തള്ളപ്പെടേണ്ടതാണെന്നും ഓരോരുത്തർക്കും മതവിധികൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കണ്ടെത്താമെന്നുമായിരുന്നു അവരുടെ വാദം. 6-മത്തത്, വർഷം എഴുതാമെന്നതാണ്. അതിലൊന്ന്, ആമുൽ ജമാ അഥവാ ഐക്യവർഷം. ഹിജ്റ 40 ആണ്. 2, ഖിലാഫത്ത് റാഷിദയുടെ തുടക്കം. ഹിജ്റ 11 ആണ്. 3, മമ്പുറം തങ്ങളുടെ ജനനം. ഹിജ്റ 1166. 4, കർബല യുദ്ധം. ഹിജ്റ 61. 5, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മരണം. ഹിജ്റ 13. ഓക്കെ, എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക. അല്ലാഹു തആല നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.